ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നുള്ളത് ട്രിവാൻഡ്രം ജില്ലയിലെ ഈസ്റ്റ് ഫോർട്ടിനടുത്തുള്ള സുനിൽസ് വാക്സ് മ്യൂസിയത്തിലാണ്. അപ്പോൾ അതെ, നമുക്ക് അകത്തേക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മഹാത്മാഗാന്ധിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ് ഒരാൾക്ക്. കുട്ടികൾക്ക് ഫ്രീ ആണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ 39ഓളം പ്രതിമകളാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വാക്സ് മ്യൂസിയം ഇതാണ്. ട്രിവാൻഡ്രം ഈസ്റ്റ് ഫോർട്ടിലുള്ള ഈ ഒരു സുനിൽസ് വാക്സ് മ്യൂസിയമാണ്. 2005-ലാണ് ഈ ഒരു വാക്സ് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യാൻ കാരണക്കാരനായത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്കൾപ്ചർ ആർട്ടിസ്റ്റായ സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് ആലപ്പുഴ ജില്ലയിലെ കണ്ടല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. വർഷങ്ങളായി അദ്ദേഹം ഈ ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. ഏകദേശം 250-ൽ കൂടുതൽ പ്രതിമകളാണ് അദ്ദേഹം നിർമ്മിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഒരു പ്രതിമ അവരെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വാക്സ് തന്നെ ഒരു ബി വാക്സ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേകതരം വാക്സാണ് യൂസ് ചെയ്യുന്നത്. അതിലും ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അവർ ചെയ്യുന്നത് മെഷർമെൻറ്റ്സ് ആണ്. ഒരു ബോഡിയുടെ കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷമാണ് അവരിത് ഒരു പ്രതിമ ക്രിയേറ്റ് ചെയ്യുന്നത്. മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം അവർ ഒരു ഫ്രെയിം ഉണ്ടാക്കും. ഒരു സ്കെൽറ്റൻ പോലെ ഒരു സംഭവം ഉണ്ടാക്കും. അതൊരു അലുമിനിയം ഫ്രെയിമിലോ എന്തെങ്കിലുമായിരിക്കും അവർ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അവർ ക്ലേ അപ്ലൈ ചെയ്യും. ക്ലേ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു മോൾഡിന് സമാനമായിട്ടുള്ള രീതിയിൽ ക്ലേ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീടാണ് വാക്സ് യൂസ് ചെയ്യുന്നത്. വാക്സ് യൂസ് ചെയ്ത് ബാക്കി പെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുത്തുന്നത് ആർട്ടിസ്റ്റാണ്. ആ ഒരു പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കളറിങ് വർക്ക് ഉണ്ട്. കളറിങ് അതായത് സ്കിൻ ടോൺ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കളേഴ്സ് അവർ കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ഹെയർ ഫിക്സ് ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ് അറിയാൻ സാധിച്ചത്. അതേപോലെ ടോപ്പ് ടു ബോട്ടം എല്ലാ കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് കണ്ണിൻ്റെ കാര്യമായാലും മുടിയായാലും ഈവൻ നഖം പോലും അവർ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് അതിൻ്റെ സ്കെയിലും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷമാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു പ്രതിമ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം അവർ ചിലവാക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു പ്രതിമ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം അത്രയും പെർഫെക്റ്റാണ്, അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നല്ല മനോഹരമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രിവാൻഡ്രം ജില്ലയിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ആരും മിസ് ചെയ്യരുത്. പിന്നെ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഫോട്ടോയോ വീഡിയോ സെൽഫിയൊക്കെ എടുക്കാം. അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. തുടരുന്നാൽ മാത്രം മതി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു.